ഹായ്. ഒരു ഡീറ്റെയിൽ ഇൻട്രോ ഒന്നുമില്ല കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട് സുഹൈലും നമ്മളൊരു ലേറ്റ് ഹണിമൂൺ ട്രിപ്പ് പോയതാണ്. ഞങ്ങൾ കാശ്മീരിൽ പോയതാണ്. നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു ശരിക്കും. ഞങ്ങളിപ്പോൾ ഉള്ള ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത് നിന്നാണ് ഞങ്ങൾ ജമ്മു താവിലേക്ക് ട്രെയിൻ കയറുന്നത്. അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ശരിക്കും വലിയൊരു സമാധാനം. ഞങ്ങൾ കുറേ ട്രെയിനിന് വെയിറ്റ് ചെയ്തിട്ട് ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ ഒരു സമാധാനം. ഇപ്പോൾ ഏകദേശം ട്രെയിൻ വരാനായല്ലോ എന്നുള്ളൊരു സന്തോഷം. യെസ്. അങ്ങനെ വലിയൊരു ചരക്ക് വാഹനത്തെ പാസ് ചെയ്തുകൊണ്ട് ഞങ്ങളെയും വഹിച്ച് ഞങ്ങളുടെ ഹിമസാഗർ എക്സ്പ്രസ് അങ്ങനെ കൂവി കൂവി പോവുകയാണ്. നല്ല രസമുള്ളൊരു സായം സന്ധ്യ. സായം സന്ധ്യയല്ല, സായം മോർണിംഗ്. രാവിലെ നേരം വെളുക്കുന്നുള്ളൂ. ദിലുകളാണ് അവരുടെ താമസം.
വീണ്ടും ഞങ്ങളൊരു സൈനിക ക്യാമ്പിന്റെ മുന്നിലൂടെയാണ് പോകുന്നത്. ശരിക്കും നിങ്ങൾക്ക് അവിടെ നിരന്ന് നിൽക്കുന്ന യുദ്ധ വാഹനങ്ങൾ കാണാം. അതേപോലെ ടാങ്കുകൾ ഉണ്ട് അവിടെ, നല്ല നിരന്ന് സെറ്റപ്പായി നിൽക്കുന്ന ടാങ്കുകൾ കണ്ടോ നിങ്ങൾ? വലിയ യുദ്ധ ടാങ്കുകളാണ്, നല്ല നിരത്തി വെച്ചിനൊക്കെ. ശരിക്കും പഞ്ചാബ് ഒരു സൈനിക ഏരിയ തന്നെയാണ്. ഒരുപാട് സൈനിക ക്യാമ്പുകൾ നിങ്ങൾക്ക് കാണാം, ഒരുപാട്. സുജനാപൂരിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ. ശരിക്കും നല്ല അരുവികളും അതോടൊപ്പം നല്ല ഭയപ്പെടുത്തുന്ന ലാൻഡ് സ്ലൈഡൊക്കെ ഉള്ള ലാൻഡ് സ്ലൈഡാണ് ശരിക്കും ഇരുവശത്തും. ലാൻഡ് സ്ലൈഡ് മണ്ണൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് റോഡിലേക്ക് വീണ് കിടക്കുക. ശരിക്കും ഇനി ആ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ശരിക്കും ആഴത്തിൽ കമ്പി അടിച്ച് അവിടെ കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും കണ്ട നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ നല്ല വലിയ കമ്പി അടിച്ച് താഴ്ത്തിയിട്ട് അതിൻ്റെ മേലെ വല കെട്ടി ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അത് റോഡിലേക്ക് വീഴാതിരിക്കാൻ. ശരിക്കും ആ മലഞ്ചേരിയിലെ വീട് എന്നെ വല്ലാതെ അത്ഭുതപ്പെട്ടിരുന്നു. ശരിക്കും അതൊരു എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം, ആ രീതിയിലാണ് ആ വീട് അവിടെ കിടക്കുന്നത്. ശരിക്കും ഞങ്ങൾ ആ യാത്ര നന്നായി എൻജോയ് ചെയ്തു. പക്ഷെ നല്ല ചൂടടിക്കുന്നുണ്ടോ. ഇനി നമ്മൾ ആ കാറ് കടക്കാൻ പോകുന്നത് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് തുരങ്കത്തിലൂടെയാണ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുരങ്കം എന്നാണ് ഇതിൻ്റെ പേര്. നേരത്തെ ചെനാനി നാശ്രി തുരങ്കം എന്നായിരുന്നു ഇതിൻ്റെ ഇത് അറിയപ്പെട്ട പേര്. 2011 അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്, 2017 ഇത് പൂർത്തിയായി. ഇവിടെ ശരിക്കും ഓവർടേക്ക് ഒന്നും പാടില്ല, ഒരു സൈഡിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ യാത്ര ചെയ്യാൻ പാടും. അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടാനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ വെന്റിലേറ്ററിലൊക്കെ ഉണ്ട്. ശരിക്കും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഈ ഒരു തുരങ്കപാത. നമുക്ക് വലിയൊരു നീണ്ട ബ്ലോക്ക് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 1-2 മണിക്കൂർ ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഒരു വൺ സൈഡ് മാത്രമേ പോകുകയുള്ളൂ. അവിടെ അവിടുന്ന് അനുവദിച്ചാൽ മാത്രം ഓവർടേക്ക് എന്ന് പറഞ്ഞ പരിപാടി എന്ത് ചെയ്യില്ല, ഈ ഒരു തുരങ്കത്തിലൂടെ നടക്കൂല. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീണ്ടും ഞങ്ങളെ യാത്ര ആരംഭിച്ചു.
തുരങ്കപാത കഴിഞ്ഞ് ഞങ്ങൾ ഉദ്ധംപൂർ ജില്ലയിലെ ബട്ടൂട്ട് എന്ന പട്ടണത്തിൽ അപ്പോൾ ഞങ്ങളുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു അതിഥി ഞങ്ങളെ കാണാൻ എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 6 മണിയാണ്. ഇവർക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാ. ചെറിയ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തു. അത് ഇവര് വളരെ സന്തോഷത്തോടെ ഇത് കഴിച്ചു ചെയ്തു കേട്ടോ. നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ. കുറച്ചും കൂടി ഒരു ഹനുമാൻ കുരങ്ങുന്നുള്ള ഒരു സ്റ്റൈലാണ് ഇവരെ ഫേസ് ഒക്കെ കാണാൻ. അങ്ങനെ വീണ്ടും ഞങ്ങളെ യാത്ര ആരംഭിക്കുകയാണ്. നല്ല ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടേനും ഉണ്ട് കൂടെ. അയ്യോ, നല്ലൊരു അടി ആടിനോട്. ശരിക്കും നല്ല ബ്ലോക്ക് അങ്ങ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല ഏകദേശം ഞങ്ങൾ നല്ല ബ്ലോക്ക് കൂടിയത്. ഈ റൂട്ട് എപ്പം പോയാലും നിങ്ങൾ ബ്ലോക്ക് പ്രതീക്ഷിക്കണം. പക്ഷേ ആ ബ്ലോക്കൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം അത്രയും സുന്ദരമാണ് നമ്മളെ ചുറ്റും കാണുന്ന കാഴ്ചകൾ. ശരിക്കും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നമ്മൾ. എത്ര നേരം ബ്ലോക്ക് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം അത്രയും ഭംഗിയാണ് ഈ 2 വാലിയും കാണാൻ. അത്രയും ഭംഗിയുള്ള മലനിരകളാണ് 2 സൈഡും. ഇപ്പോൾ ഞങ്ങൾ ശരിക്കും കടന്നു പോകുന്നത് ജമ്മുവിലെ റംബൻ ജില്ലയിലൂടെ കേട്ടോ. ശരിക്കും പൂർണ്ണമായും താഴ്വരകളെ ചുറ്റപ്പെട്ട ഒരു പട്ടണം റംബൻ. 2007 ഈ റംബൻ എന്ന ജില്ല നിലവിൽ വരുന്നത്. ഈ ചിനാബ് നദിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ചിനാബ് നദിയുടെ ചാരത്ത് ഒരു കഠിനമായ താഴ്വര പ്രദേശമാണ് ശരിക്കും റംബൻ. ശരിക്കും ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഈ ടൂറിസവും ചെറിയ കൃഷികളൊക്കെ ആയിട്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. കാരണം ഒരു താഴ്വര പ്രദേശമാണ്. പോപ്പുലേഷൻ വളരെ കുറവാണ്. വലിയ ജനസംഖ്യയൊന്നും ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നില്ല. ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലൂടെ ശരിക്കും കടന്നു പോകുന്നത് ചിനാബ് നദിയാണ് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു റൂട്ടാണ്. അപ്പം നിങ്ങൾ കാണുന്നത് ചിനാബിൻ്റെ നല്ല സുന്ദരമായ ഒരു ഭാഗമാണ്. സിന്ധുവിൻ്റെ പോഷക നദിയാണ് കേട്ടോ ചിനാബ്. ഏകദേശം 960 കിലോമീറ്റർ ഇതിന് ഈ നദിക്ക് നീളമുണ്ട്. സിന്ധു നദീജല കരാർ പ്രകാരം ശരിക്കും ചിനാബിലെ ജലം പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ്. പാകിസ്ഥാനിലെ കാർഷിക മേഖലയിലെ ജലസേചനത്തിനാണ് പ്രധാനമായും ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത്. ശരിക്കും എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ വെള്ളം ശരിക്കും പാകിസ്ഥാൻ്റെ ശരിക്കും പറഞ്ഞാൽ അവരുടെ കാർഷിക മേഖലയിലേക്കും പല ജലസേചന മേഖലയിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നു. സൂര്യാസ്തമയത്തിലേക്ക് പോകുന്ന ഒരു സുന്ദരമായ കാഴ്ച. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും ഈ ഒരു കാഴ്ച. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചിനാബ് പാലത്തിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടന്നു കഴിഞ്ഞു. ഞങ്ങളിന്ന് പോയ സമയത്ത് അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റംബാൻ ജില്ലയിലെ സാഗൽദാനിനും റിയാസിക്കും ഇടയിൽ ഏകദേശം 46 കിലോമീറ്റർ നീളമുള്ള ഒരു പാതയാണ് ഈ ഒരു പാത. ശരിക്കും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു മികവ് ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എത്തിച്ച ശരിക്കും ഒരു പ്രൊജക്റ്റാണ് ശരിക്കും ഈ ഒരു ചിനാബ് ബ്രിഡ്ജ്. അവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ്. ഒരുവിധം പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയൊരു ജനസംഖ്യയുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചതിൽ കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. നേരെ ഏകദേശം 6:45 സൂര്യാസ്തമയിക്കാനുള്ള തിരക്കിലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിനാബ് നദി ഞങ്ങളെല്ലാം സുന്ദരിയായിരിക്കുന്നുണ്ട്. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലമുകളിൽ സൂര്യൻ അസ്തമിക്കുന്ന സുന്ദരമായ കാഴ്ച നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയുള്ള റയർ കാഴ്ച. നമ്മളൊക്കെ സൂര്യൻ കടലിൽ അസ്തമിക്കുന്ന നമ്മൾ കാണുന്നത്, മലമുകളിൽ സൂര്യൻ
ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7 മണി കഴിഞ്ഞ് ഒരു 8 മണിയോട് അടുക്കാനായിട്ടുണ്ട്. ഇപ്പോഴും നേരെ അങ്ങനെ ഇരുട്ടിലേക്ക് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട് കേട്ടോ. പല വീടുകളിലും വെളിച്ചം കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം ഇരുട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത് ശരിക്കും കാസിഗുണ്ട് ബാനിഹാൽ ബാനിഹാൽ എൻ്റെ പേരിലൊരു സ്ഥലമാണ്. ബാനിഹാലിലെ തുരങ്കത്തിലേക്കാണ്. ഇതും ശരിക്കും ഏകദേശം ഒരു 8.25 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു ടണലിലൊന്നാണ് ശരിക്കും ഈ ഒരു ടണൽ. ഇങ്ങനത്തെ ഒരുപാട് ടണലുകൾ ശരിക്കും എവിടെയുണ്ട്? ജമ്മു കാശ്മീരിലുണ്ട്. ശരിക്കും ഇതൊക്കെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. സമയം ഏകദേശം ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ശ്രീനഗറിലെത്തും. ഞങ്ങൾ ഏകദേശം ഉറപ്പിച്ചിട്ടോ. ഞങ്ങൾ ഏകദേശം ശ്രീനഗർ എത്താനായിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച യാത്ര രാത്രി 10 മണിയാകുമ്പോഴാണ് ശരിക്കും അവസാനിക്കുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു റോഡ് ട്രിപ്പ്. Day 2 ഞങ്ങൾ ശരിക്കും ശ്രീനഗറിലെ ഡാൽ ലേക്ക് എന്നാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടോ. ഒരുപാട് കാര്യങ്ങൾ ശ്രീനഗറിലെ വിശേഷങ്ങളും കാശ്മീരിലെ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. അത് നമ്മുടെ ബാക്കി പാർട്ട് 2 നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.